രാജസ്ഥാൻ റോയൽസിൽ ചില കുട്ടികളൊക്കെ മെച്ചൂർഡായി തുടങ്ങി. എല്ലാവർക്കും ക്യാപ്റ്റൻസി വേണമെന്ന് ചിന്തകളൊക്കെ അവർക്ക് ഉണ്ടാവും എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നു. അല്ലാതെ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല, ആരും നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അവർ ഐക്കൺ പ്ലെയർ ആയിരുന്നല്ലോ, ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സഞ്ജുവിനെ അവിടെ നിന്ന് ആരും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സഞ്ജുവിന് തോന്നി മതി, നമുക്ക് ഇത്രയും നാൾ നമ്മളിവിടെ നിന്നല്ലോ, മതി, ചേഞ്ച് വേണം അവന് തോന്നി, ഒരു ചേഞ്ച് വേണം എന്ന് അവന് തോന്നി. ആയതിനാൽ അവരെ തിരിച്ചയച്ചിട്ടല്ല അവൻ വന്നു. അവൻ്റെ സ്വന്തം തീരുമാനമാണ്, എനിക്കിനി രാജസ്ഥാൻ റോയൽസിൽ കളിച്ചത് മതി, ഇത്രയും നാൾ ഞാൻ അവരുടെ കൂടെ അവരവനെ എല്ലാമായി വെച്ചിരുന്നു. എനിക്കറിയാം IPL എല്ലാ കളിയും കാണാൻ പോകില്ല, ഏതെങ്കിലും ഒന്നോ പാതി കളിയാണ് ഞാൻ പോകും. അന്ന് അവന് അവിടെ കിട്ടിയിരുന്ന ഒരു വാല്യൂ അവൻ്റെ ആ എല്ലാം ടോട്ടൽ മാനേജ്മെൻറ്റ്, അവന് കൊടുത്തിരുന്ന വാല്യൂ എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും അവനെ വിടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു, അതെനിക്ക് നന്നായിട്ടറിയാം. അവരുടെ ഒരാൾ പോലും അവരുടെ ആ മാനേജ്മെൻറ്റിലെ കോച്ചായിരുന്നാലും അവരുടെ എന്തൊക്കെയായിരുന്നാലും മെൻഡറായിരുന്നാലും ഇല്ല, സഞ്ജുവിനെ വിടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഒരു ചേഞ്ച് അവൻ ആഗ്രഹിച്ചു, കരിയറിലുണ്ടെന്ന ഒരു ചേഞ്ച് അവർ പേഴ്സണലി തീരുമാനിച്ച ഒരു കാര്യത്തിൽ അവിടെ നേരെ വന്നത് ഏറ്റവും കൊലകൊമ്പന്മാരായ CSKയിലേക്കാണ്. അത് ഫസ്റ്റിനെ സഞ്ജുവിനെ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയുള്ള ആ ഒരു ഫാൻസിൻ്റെ ഒരു റെസ്പോൺസും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ധോണിക്ക് ശേഷം എന്നുള്ള ഒരാളിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. CSKയിലേക്ക് വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു പ്രതീക്ഷ. ധോണി ബായിക്ക് പകരക്കാരൻ ഒരിക്കലും ആവില്ല, ഞാൻ എപ്പോഴും പറയും. അയാൾ ഫീൽഡിലായിരുന്നാലും ഔട്ട് ഓഫ് ദ ഫീൽഡായിരുന്നാലും ഫീൽഡിനകത്തായിരുന്നാലും അയാൾക്ക് പകരക്കാരൻ ഒരിക്കലും സഞ്ജു ആവില്ല. സഞ്ജുവിൽ അവർ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, കുറച്ച് നല്ലൊരു ബാറ്റ്സ്മാനാണ്, ഒരു ടീമിൻ്റെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായതിനാൽ അവരവനെ അവിടെ കൊണ്ടുപോയി. അത് ധോനി ബായിയുടെ പകരക്കാരനാകാൻ പലരും പറയുന്നുണ്ട്, അതേ ആകില്ല ഒരിക്കലും. ആ ഒരു പകരക്കാരനാകാൻ പറ്റുമോ? ധോനി അദ്ദേഹത്തിൻ്റെ പകരക്കാരനാകാൻ സഞ്ജുവിന് പറ്റുമോ? ഒരിക്കലും പറ്റും. ആ വ്യക്തിത്വങ്ങളൊന്നും ഇതിനോട് കൂട്ടിച്ചേർക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു 2 സീസൺ അല്ലെങ്കിൽ ഈ സീസൺ അടുത്ത സീസണോട് ധോണി ചിലപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് ചിലപ്പോൾ വിടവാങ്ങാൻ അല്ലെങ്കിൽ വിരമിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിന് ശേഷം സഞ്ജു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്, CSKയുടെ ഒരു ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? ഞാനെപ്പോഴും ഒരു കളിപ്രേമി, നമ്മൾ ചിലരുടെ തണലിൽ ജീവിക്കും, ചിലരുടെ തണലിൽ കളിച്ചു വരും. നമ്മളൊരു ടീമിൽ ചെന്ന് ചേരുമ്പോൾ നമുക്ക് ഒരു സീനിയേഴ്സ് ഉണ്ടാവും. ആ സീനിയേഴ്സ് പക്ക സ്പോർട്സ്മാൻമാരാണെങ്കിൽ, ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ താങ്ങും, മക്കളെ പോലെ നമ്മളെ കരുതും, ഫീൽഡിലും കരുതും. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു എനർജി. എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ക്യാപ്റ്റൻ, എൻ്റെ കളി കാണാൻ വെളിയിലിരിക്കുന്ന എൻ്റെ കോച്ച്, അവരെന്നെ ഇറക്കി വിട്ട് 11 പേര്, ഞങ്ങൾ 10-30 പേരുണ്ട്, 11 പേരിൽ എന്നെ ഇറക്കി വിട്ട് എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എനിക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്, എനിക്ക് അവർക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി, ടീമിന് വേണ്ടി, എൻ്റെ കോച്ചിന് വേണ്ടി, എൻ്റെ ക്യാപ്റ്റന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഈ ആവേശമാണ് നമ്മളെ എവിടെയെങ്കിലും. അപ്പോൾ ആ ആവേശത്തിലാണ് നമ്മൾ പലതും മറക്കും, നമ്മൾ ഗെയിമിലോട്ട് വരും. തിരിച്ച് കളി കഴിഞ്ഞ് തിരിച്ച് പുറത്ത് വരുമ്പോൾ അവർ വന്ന് കെട്ടിപ്പിടിച്ചൊരു തട്ട് കെട്ടില്ലേ, അതാണ് സമ്മാനം. നമ്മുടെ സീനിയേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു അംഗീകാരമില്ലേ, കളിച്ച് വന്നടാ മോനെ നീ കളിച്ചടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഹഗ് തരില്ലേ, ആ തരുന്നത് പ്രതീക്ഷിക്കുന്ന നമ്മളാണ്, ആ കിട്ടുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് കളിക്കാൻ ഞാനൊരിക്കലാവും. എന്നെ ഇപ്പം എൻ്റെ മോൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ, എൻ്റെ സീനിയർ ഇരിക്കട്ടെ, എക്സ്പീരിയൻസ് എനിക്ക് കിട്ടട്ടെ. കാര്യം എന്ത്, അദ്ദേഹം എത്ര കാലം കളിച്ചു പോകണോ, എനിക്ക് നാളെ എനിക്കും അത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത ആർക്കുണ്ടാവും? എൻ്റെ മകനുണ്ടാവും. അപ്പോൾ ധോനിജി കളിക്കുമ്പോൾ അവൻ വിചാരിക്കും ഇത്ര വയസ്സായി ആ ചേട്ടൻ കളിക്കുന്നു, അപ്പം നാളെ എനിക്കും ആ ചേട്ടൻ്റെ അത്രയും പ്രായത്തിൽ കളിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ആർക്ക് വരണം? അതുകൊണ്ട് ആ സീനിയർ എന്നും നല്ല ഫോമിൽ ഒരു ലീഡറായിട്ട് നമ്മളോട് നിൽക്കാൻ ആഗ്രഹിക്കും. അദ്ദേഹം ഉണ്ടാവും, പക്ഷേ പറഞ്ഞല്ലേ അദ്ദേഹം അല്ലല്ലോ ഇപ്പൊ ക്യാപ്റ്റൻ ഉള്ളത്. ആയിക്കോട്ടെ, ക്യാപ്റ്റൻ അദ്ദേഹം അല്ലെങ്കിലും പൃഥ്വിരാജാണ് ക്യാപ്റ്റനെങ്കിലും തല എവിടെ, ആരുടെ തല നമുക്കെല്ലാം അറിയാം. പൃഥ്വിരാജിന്റെ ഓരോ മൂവ്മെന്റും ഇവിടുന്ന് ഒരു ആംഗ്യം പോവും. ഏത് ധോനിജിയുടെ ഉള്ളിൽ നിന്ന് ഒരു
ഒരു ഇൻഫർമേഷൻ, ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു ഇഷാര, ഹിന്ദിയിൽ ഒരു ഇഷാര, അത് കിട്ടും, പൃഥ്വിരാജിന് കിട്ടും. ഇല്ലെന്ന് പറയാമോ? ഇല്ലില്ല, 100%. അദ്ദേഹം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ പൃഥ്വിരാജ് എന്ത് ചെയ്യും പറയും. അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റിൽ അദ്ദേഹത്തെ നോക്കും. ഞാൻ ചിന്തിക്കുന്നുണ്ട്, അതെ, അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ധോനിജിയുടെ മുഖത്ത് DRS വിളിക്കണോ വേണ്ടയോ പൃഥ്വിരാജ് അത് നോക്കും, അവിടെ നിന്ന് പറയും, ഒരു ആക്ഷൻ നമ്മൾ കാണൂല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരട്ടെ, നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ സെമി ഫൈനലാണ് സഞ്ജുവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഇത് തന്നെ. എൻ്റെ മകൻ ഇപ്പോൾ ഈ കളിയിൽ തിരിച്ചു വന്നു. ഈ ക്വാർട്ടർ ഫൈനൽ ഗെയിമിലും അവൻ എന്ത് ചെയ്യണമെന്ന് അവന് ഉത്തരവാദിത്വം വന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്വം അവൻ അടുത്ത കളിയിലും നിറവേറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ മകൻ അവൻ്റെ ആ ഉത്തരവാദിത്വം, അവൻ്റെ റെസ്പോൺസിബിലിറ്റി ടീമിന് അവൻ എന്ത് ചെയ്തു ഇപ്പം ചെയ്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് നമുക്കൊരു അംഗീകാരം. അതിൽ പിറകെ എന്തുകൊണ്ട് നമുക്കൊരു വിഷയമല്ല. സഞ്ജു 3 ചപ്പാത്തി കഴിക്കും, 2 നിക്കർ ബനിയൻ ഇടും, ഒരു വീടുണ്ട്. ഇത് അല്ലാതെ അവനിത് എന്തൊക്കെയോ വന്നു, അത് നോ അതിനെക്കുറിച്ച് ചിന്ത അവനും ഇല്ല, എനിക്കും ഇല്ല. ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളുടെ പിറകെ വരുന്നു അത് ഞങ്ങൾക്ക് ചിന്തയില്ല. ഇപ്പോൾ എൻ്റെ മകൻ ആ കളി കളിച്ച് തീർത്ത് ഇറങ്ങിപ്പോയില്ലേ, ഇറങ്ങിപ്പോയപ്പോൾ കൂടെ കളിച്ചവരൊന്നും അവനെ അംഗീകരിച്ചില്ലേ. കെട്ടിപ്പിടിച്ച് ഗൗതംബായി കെട്ടിപ്പിടിച്ചിട്ട് ആ നിൽക്കുന്നത് അയാളുടെ ഫേസ് ഞാൻ കണ്ടു. അവനെ കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ചിങ്ങനെ, ഈ സാധനം അവന് ഇനിയും കിട്ടണം, അദ്ദേഹം ഇനിയും അവന് അങ്ങനെ ചെയ്യണം. അപ്പോൾ എൻ്റെ മകൻ ആ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം, അവൻ എന്ത് ചെയ്തിട്ട് പോയോ അവൻ ഇനിയും തുടരണം, ടീമിന് വേണ്ടി. അവൻ കുറേ കാലമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗമായിരുന്ന അവൻ ഇപ്പോൾ അത് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വരികയാണ്. ഈ സീസൺ മുതൽ വരികയാണ്. അങ്ങനെ അവർ ഇവനെ വിശ്വസിച്ച് അവരെന്തൊക്കെയോ അവരുടെ നഷ്ടപ്പെടുത്തി. അവരുടെ ലൈഫ് ടൈം IPL സ്റ്റാറായിരുന്ന ജഡേജ അദ്ദേഹത്തെ അവരെ മാറ്റി നിർത്തി, സാം കർണെ തിരിച്ചു കൊടുത്തു. ഇയാൾ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചല്ലേ എൻ്റെ മകനെ കൊണ്ട് അവിടെ വിളിച്ചു വരുത്തിയത്. അവരുടെ കാര്യങ്ങൾക്ക് അവർ ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇവന് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള അതൊരു വലിയ ആശങ്ക. ഒരു ഫ്രാഞ്ചൈസി നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ എന്തൊക്കെയോ നൽകി അവരുടെ അടുത്ത് കൊണ്ടുപോകണം. അവിടെ എൻ്റെ മകൻ ഈ വിചാരിക്കുന്ന രീതി അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് പെർഫോം ചെയ്ത് കൊടുക്കുമോ, എന്താകും എൻ്റെ സ്പോർട്സിൽ ഗ്രൗണ്ടിൽ അവൻ്റെ പെർഫോമൻസിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതിൽ മറ്റുള്ള ബാക്കിലൂടെ എന്തൊക്കെ വരുന്ന പോണത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് അറിയില്ല, അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു ആശങ്ക ഭയങ്കരമായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി, അവനത് ചെയ്തു തീർത്തപ്പോഴേ